കോട്ടയം ജില്ലയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കോടികളുടെ വികസനം നടക്കുന്നുണ്ട്. അത്തരമൊരു വികസനമാണ് കുമരകം കോണത്താറ്റ് പാലത്തിന്റെ നിർമ്മാണത്തിലൂടെ സാധ്യമായിരിക്കുന്നത്. 29.49 കോടി രൂപ മുടക്കിയാണ് ഈ പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. നമുക്ക് ആ പാലത്തിന്റെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിമാരുടെയും സന്ദർശനം കൊണ്ട് ലോക ടൂറിസത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കുമരകം. ആ കുമരകത്തേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട പാലമാണ് കോണത്താറ്റ് പാലം. മുൻപ് ഇതൊരു ചെറിയ പാലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് വളരെ വീതി കൂട്ടി നീളത്തിൽ മനോഹരമായി പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 29.49 കോടി രൂപ മുടക്കി 26.2 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻപ് ഇതൊരു ഇടുങ്ങിയ പാലമായിരുന്നു. ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ കടന്നു വന്നാൽ കടന്നു പോകാൻ കഴിയത്തില്ലാത്ത വിധത്തിൽ തടസ്സം നേരിട്ടിരുന്നു. കുമരകംകാരെ സംബന്ധിച്ച് ദീർഘകാലത്തെ ആവശ്യമാണ് ഈ പാലം പുതുക്കി പണിയണമെന്നുള്ളത്. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മന്ത്രി VN വാസവൻ്റെ മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് കുമരകം. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഏട്ടാ, ദീർഘകാലത്തെ ആവശ്യമായിരുന്നോ ഈ പാലം പണിയണമെന്നുള്ളത്? കുമരകംകാരുടെ ദീർഘകാലമായ ആവശ്യമാണ് കോണത്താറ്റ് പാലം. ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആയിരുന്ന വാസവൻ ചേട്ടനും അത് കഴിഞ്ഞ് നമുക്ക് മന്ത്രിയായി വന്നപ്പോൾ നമുക്ക് പാലം നമ്മുടെ കുമരകംകാർക്ക് യാഥാർത്ഥ്യമാക്കുകയാണ്. 9.6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ബൃഹത്തായ പദ്ധതി കുമരകംകാർക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. ഇതൊരു ചെറിയ വഴിയായിരുന്നു, വാഹനങ്ങൾ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുപ്പിക്കഴുത്ത് പോലൊരു പാലമായിരുന്നു. ഈ പാലത്ത് ഗതാഗത കുരുക്ക് എപ്പോഴും നേരിട്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. കുമരകംകാരുടെ ആകെ ഒരു ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ നമുക്ക് യാഥാർത്ഥ്യമാക്കി തന്നിട്ടുള്ളത്. ദീർഘകാലമായിട്ട് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ കുമരകംകാരെ സംബന്ധിച്ച് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 10 വർഷത്തിന് മേളിൽ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലപ്പൊക്കെ ഞങ്ങൾക്ക് കുമരകംകാർക്ക് പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ MLA ബഹുമാനപ്പെട്ട വാസവൻ ചേട്ടൻ ബന്ധപ്പെട്ട് ഈ കുമരകം കോട്ടയം റൂട്ട്, അതായത് റോഡ് പൊക്കി സഞ്ചാരി വെള്ളപ്പൊക്കം ഉണ്ടായാലും വാഹനങ്ങൾ കടന്നു പോകും. 2018 വെള്ളം പൊങ്ങിയപ്പോഴത്തേക്കും ഈ കുമരകംകാരെ രക്ഷിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ MLA ആയ വാസവൻ ചേട്ടൻ എടുക്കാണ്. മുഴുവൻ ടോറൻസ് വന്നാണ് ഞങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് കോട്ടത്തിൽ കൊണ്ടുപോയത്. അപ്പോൾ ഈ റോഡ് അന്ന് പണിത കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നല്ലൊരു ഒരുപാട് പേര് ഒരു മരണം സംഭവിക്കേണ്ട. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആളുകൾക്ക് പോകാൻ കഴിയില്ലേ? ഇനി ഒരു വെള്ളപ്പൊക്ക ഭീഷണി നമുക്ക് നേരിടേണ്ടി വരില്ല. കാരണം റോഡ് നിർമ്മാണത്തിൽ ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുവാൻ ഈ കുമരകംകാർക്ക് കഴിഞ്ഞത് നമ്മുടെ വെള്ളം കയറിയപ്പോൾ ഈ നടുക്ക് കിടന്ന വരയിലൂടെ മാത്രമാണ് ഈ ടോറൻസ് ഓടുവാനായിട്ട് കഴിഞ്ഞതെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റോഡ് ഉയർത്തിക്കൊണ്ടുള്ള ഈ നിർമ്മാണം എന്തുകൊണ്ടും കുമരകംകാർക്ക് ഒരു അനുഗ്രഹമാണ് എന്നുള്ളതിന് തർക്കമില്ല. എന്തായാലും കുമരകംകാരെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷകരം നിറഞ്ഞ കാര്യമാണ്. കാരണം ദീർഘകാലമായി അവരുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവുകയാണ്. എന്തായാലും ഈ പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി, അതായത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായും പൂർത്തിയാകുന്നതോടുകൂടി ഗതാഗതം വളരെ സുഖകരമായി നടക്കും എന്നുള്ളതാണ് കുമരകത്തെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന കാര്യം. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.